ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. നമുക്ക് വചനം ധ്യാനിക്കാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. വചനം നമുക്ക് ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാം. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഈ വചനത്തിൻ്റെ അർത്ഥം എന്താണ്? ഇത്രയേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ കണക്കുകളും കർത്താവിൻ്റെ കരങ്ങളിൽ ബോധിപ്പിക്കേണ്ടതാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകാം എന്ന് നമ്മളാരും വിചാരിക്കരുത്. കർത്താവ് പറയുകയാണ്, നിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കണക്ക് നീ ബോധിപ്പിക്കണം. ആരുടെ പക്കൽ? കർത്താവിൻ്റെ പക്കൽ. ഈ ലോക ജീവിതത്തിലൂടെ ജീവിച്ച് നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് കണക്ക് കൂട്ടലുകളുള്ളവരാണ് ഞാനും നിങ്ങളുമൊക്കെ. ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഒരുപാട് കണക്ക് കൂട്ടലുകളാണ്. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ പറഞ്ഞു, സിസ്റ്ററെ 2 കോടിയുടെ ഒരു ബിസിനസ് ഞാൻ ആരംഭിച്ചു. അതിനു മുമ്പ് ഞാൻ ഒത്തിരി കാര്യങ്ങൾ മുൻപോട്ടും പുറകോട്ടും ഒക്കെ പരിശോധിച്ചു, കണക്കുകളൊക്കെ കൂട്ടി, കാണേണ്ടവരെയൊക്കെ കണ്ടു, സംസാരിക്കേണ്ടവരോടൊക്കെ സംസാരിച്ചു, ബിസിനസ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ റെഡിയാക്കി. അങ്ങനെ മനസ്സിൽ വലിയ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടെ ബിസിനസ് ആരംഭിച്ചു. 4 മാസമായി, 6 മാസമായി, 7 മാസമായി. അതിനൊരു പുരോഗമനം കാണുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ ഇന്നിപ്പം 5 വർഷം കഴിഞ്ഞു. 2 കോടിയിൽ തുടങ്ങിയ ബിസിനസ് 8 കോടി കടത്തേൽ എത്തി നിൽക്കുകയാണ്. ആ സഹോദരൻ ധ്യാനിക്കാൻ വന്നതാണ്. ഷെയറിങ്ങിനിടയ്ക്ക് പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ ജീവിതത്തെക്കുറിച്ചും എൻ്റെ ബിസിനസ്സിനെക്കുറിച്ചുമുള്ള മുഴുവൻ കണക്ക് കൂട്ടലുകളും തെറ്റി. വരവ് ചെലവ് എങ്ങനെയാണ് നടത്തേണ്ടത്, ഇതിനെക്കുറിച്ചൊക്കെ നല്ല ക്ലിപ്തമായ രീതിയിൽ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്ത മനുഷ്യനാണ്. തുടക്കം അങ്ങനെയായിരുന്നു. അപ്പോൾ അയാൾ വിചാരിച്ചു ഇതെല്ലാം നല്ല രീതിയിൽ പോകും. ഈ 2 കോടിക്ക് തുടങ്ങിയ ബിസിനസ്സിനകത്തുനിന്ന് കോടിക്കണക്കിന് രൂപ തനിക്ക് വരുമാനം വരും, അങ്ങനെ ഒരുപാട് സമ്പത്തുണ്ടാക്കാം എന്നുള്ളതായിരുന്നു വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടലുകൾ. മുഴുവൻ കണക്ക് കൂട്ടലുകളെയും തെറ്റിച്ച് പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക്, അവിടെ നിന്ന് വീണ്ടും പരാജയത്തിലേക്ക് ബിസിനസ് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ധ്യാനിക്കാനും പ്രാർത്ഥിക്കുവാനും കടന്നു വരുന്നത്. അദ്ദേഹം ഒരു കാര്യം പങ്കുവച്ചത് ഇപ്രകാരമാണ്, എനിക്കിപ്പോൾ ഒരു കാര്യം മനസ്സിലായി സിസ്റ്ററെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ മകൻ്റെ ആ സംസാരം അതൊരാളുടെ സംസാരമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞതാണ്. ഈ ലോകത്ത് ജീവിക്കുന്ന നമുക്കൊക്കെ ഒത്തിരി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര കണക്ക് കൂട്ടലുകളല്ലേ, ഒരുപാട് കണക്ക് കൂട്ടലുകൾ. കൊച്ചിനെ കഷ്ടപ്പെട്ട് എൻജിനീയറിങ്ങിന് പഠിക്കാൻ വിട്ടു. അപ്പം നല്ല രീതിയിൽ സ്വപ്നം കൊണ്ടു തൻ്റെ കൊച്ച് പഠിച്ച് മിടുക്കനായി ജോലി പ്രവേശിച്ച് തൻ്റെ കുടുംബത്തിൻ്റെ ഭാരങ്ങളൊക്കെ ഏറ്റെടുത്ത് കഷ്ടതകളൊക്കെ നീക്കി നല്ല ഒരു പെരയൊക്കെ പണിത് പെങ്ങളെയൊക്കെ കെട്ടിച്ചു വിട്ട് അങ്ങനെ സന്തോഷമായ ഒരു ജീവിതം തൻ്റെ മകനിലൂടെ അപ്പൻ കണക്ക് കൂട്ടി സ്വപ്നം കണ്ടു. അതൊരു തകർന്നടിഞ്ഞ സ്വപ്നക്കൂടാരമായി മാറുകയത്. വിചാരിച്ചതുപോലെ ഒന്നും കൊച്ച് കയറി വന്നില്ല. പഠനത്തിൻ്റെ 2-ാം വർഷം തന്നെ അവൻ പാൻപരാഗ്, മധു, കഞ്ചാവ്, മയക്കുമരുന്ന് അതിന് കൂട്ടുകൂടി ഹോസ്റ്റലിൽ അവൻ അടിമയായി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഈ കൊച്ചിന് പഠിക്കാൻ പോലും സാധിച്ചില്ല. അവൻ്റെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നില്ലെന്നാണ് അവൻ പറയുന്നത്, ഇതുപോലെയുള്ള സാധനങ്ങളുടെ ഉപയോഗങ്ങൾ കൊണ്ട്. അങ്ങനെ
മാനസിക രോഗത്തിൻ്റെ ആ മൂർച്ഛിന്ന അവസ്ഥയിലേക്ക് വരെ തൻ്റെ മകൻ എത്തിച്ചേർന്നു. തൻ്റെ മകനെക്കുറിച്ച് ഈ പിതാവ് മനസ്സിൽ കണക്ക് കൂട്ടിയതെല്ലാം തകർന്ന് അടിഞ്ഞു. പ്രിയപ്പെട്ട ആ സഹോദര സഹോദരി, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ അത് ശരിയാകുകയില്ല. മനുഷ്യ ജീവിതങ്ങൾ നമ്മുടെ മുൻപിൽ കാണിച്ചു തരുന്ന ഒരു പാഠം അതാണ്. എന്നാൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ദൈവം മനോഹരമായ ഒരു കണക്ക് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നടക്കുകയുള്ളൂ. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം പ്രകാരം പറയാണ്, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. കർത്താവ് അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വെച്ചേക്കുക. സിസ്റ്റർ ടെസ്സിൻ്റെ തലയിൽ എത്ര മുടിയുണ്ട് എനിക്കറിഞ്ഞുകൂടാ. വചനം പറയാണ് അത് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്ന, അതിനകത്തു നിന്ന് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റിയല്ല. അതാണ് കർത്താവിൻ്റെ കണക്ക് കൂട്ടലുകൾ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള മുഴുവൻ പദ്ധതികളും കണക്ക് കൂട്ടലുകളും കർത്താവിനോട് ചേർന്നാണെങ്കിൽ കർത്താവ് നമ്മളെ സഹായിക്കും എന്ന് നമ്മൾ കാണുകയാണ്. തിരുവചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ 23:46 നമ്മൾ കാണുകയാണ്. യേശു തൻ്റെ മരണസമയത്ത് പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്ന തിരുവചന ഭാഗമാണ് ലൂക്ക 23:46. കുരിശിൽ കിടന്നുകൊണ്ട് പുത്രൻ പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. പിതാവിൻ്റെ ഹിതപ്രകാരം ജീവിച്ച് പിതാവ് പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ച് അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ കണക്കുകളും പിതാവായ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന പുത്രനെ നമ്മൾ ഇവിടെ കാണുകയാണ്. ഈ തിരുവചന ഭാഗം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തെക്കുറിച്ചും ഞാനൊരു കണക്ക് കൊടുക്കണമല്ലോ കർത്താവിൻ്റെ കരങ്ങളിൽ. ദൈവം ഈ ഭൂമിയിൽ എനിക്ക് ഇത്ര വയസ്സ് വരെ ജീവിക്കാൻ ആരോഗ്യം തന്നു, ആയുസ് തന്നു. എന്നെക്കുറിച്ച് അവൻ കണക്ക് കൂട്ടി ഇത്ര വയസ്സ് വരെ എനിക്ക് ഈ ഭൂമിയിൽ ജീവിതം. ആ ജീവിതത്തിൻ്റെ അവസാനം ഞാനും കൊടുക്കണ്ടേ ഒരു കണക്ക്? പിതാവിൻ്റെ കരങ്ങളിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ഒരു കണക്ക് ഞാനെന്നല്ല, എല്ലാ മനുഷ്യരും ഈ കണക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതാ ഹെബ്രായ ലേഖനത്തിൽ പറഞ്ഞത്, കർത്താവിൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. എൻ്റെ എല്ലാ പ്രവൃത്തികളും, ഞാൻ കടന്നു വരുന്ന എൻ്റെ മുഴുവൻ വഴികളും വ്യക്തമാണ്, കർത്താവിൻ്റെ മുൻപിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു കണക്ക് കൊടുക്കണം. ആ വിധിയാളൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ എനിക്ക് കള്ളത്തരം പറയാൻ പറ്റിയല്ല. എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കർത്താവെ ഞാനത് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റിയല്ല. കാരണം മുഴുവൻ കാര്യങ്ങളും കർത്താവിന് മുൻപിൽ അനാവൃതമാണ്, വ്യക്തമാണെന്ന് അർത്ഥം. അതുകൊണ്ട് നമുക്ക് നല്ല ഒരു ജീവിതം, എൻ്റെ ജീവിതത്തെക്കുറിച്ചൊരു കണക്ക്, നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു കണക്ക് കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ദൈവം തന്ന ഈ ജീവിതം, ഇപ്പോൾ 90 വയസ്സ് വരെ ദൈവം ആയുസ് നമ്മളെക്കുറിച്ച് തന്നെന്ന് വിചാരിക്കുക, നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പം മദ്യപാനത്തിൻ്റെ അടിമയായി, അതല്ലെങ്കിൽ പുകവലിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ അടിമയായി നിനക്ക് ദൈവം ഇട്ട ആയുസ് വരെ എത്തുന്നതിന് മുൻപ് നീ രോഗിയായെങ്കിൽ, നിൻ്റെ ജീവിതത്തെ ബോധപൂർവ്വം നീ നശിപ്പിച്ചെങ്കിൽ, ആ ജീവിതത്തിൻ്റെ ദൈവം ഇട്ട കണക്കിൻ്റെ ബാക്കി ആര് തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കും? എൻ്റെ പിടിപ്പ് കേടുകൊണ്ട്, എൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ട്, എൻ്റെ ശരീരത്തിൻ്റെ സുഖേച്ഛകൾ കൊണ്ട് ഞാൻ എൻ്റെ ആയുസ്സിനെ വെട്ടിച്ചുരുക്കി. എൻ്റെ ആന്തരിക അവയവങ്ങളൊക്കെ തീർന്നു, ഇല്ലാതായി. എൻ്റെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ മൂലം ഞാൻ എൻ്റെ ജീവിതത്തെ വെട്ടിച്ചുരുക്കി. അപ്പോൾ ആ കണക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കണ്ടേ നമ്മൾ ഓരോരുത്തരും? കർത്താവിന് മുമ്പിൽ എല്ലാ പ്രവൃത്തിയും വളരെ കൃത്യമാണ് എന്നാണ് ഇവിടെ വചനം നമ്മളെ പഠിപ്പിച്ചു വച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ല ഒരു രീതിയിൽ യേശുക്രിസ്തു തൻ്റെ പിതാവിൻ്റെ മുൻപിൽ തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചതുപോലെ തന്നെ നല്ല ജീവിതങ്ങളിലൂടെ മാത്രമേ നല്ല ഒരു കണക്ക് കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കാൻ സാധിക്കുള്ളൂ. വലിയ വലിയ കമ്പനികളൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ,
അല്ലെങ്കിൽ കണക്ക് ഓഡിറ്റൊക്കെ ചെയ്ത് കൃത്യമായിട്ട് വരുന്നവരുടെ മുമ്പിൽ കണക്കുകളൊക്കെ ഓഡിറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരത് കണ്ടുപിടിക്കും, അവരത് നോക്കി കണ്ടുപിടിക്കും. അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അതിക്രമങ്ങളോ അവിശ്വസ്തതകളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവ് അത് കൃത്യമായി കണ്ടുപിടിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ലൊരു പരിശ്രമം വേണം, നല്ല ഒരു ജീവിതം നയിക്കുവാനും അത് കർത്താവിൻ്റെ പക്കൽ സമർപ്പിക്കുവാനുമായിട്ട്. തിരുവചനത്തിലേക്ക് വരുമ്പോൾ കടന്നു വരികയാണ് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൻ്റെ 16-ാം അധ്യായത്തിൻ്റെ 1-ാമത് വചനം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. ഒത്തിരി പദ്ധതികൾ നമ്മൾ വിഭാവനം ചെയ്യുന്നു, പക്ഷേ അന്തിമമായ തീരുമാനം അത് കർത്താവിൻ്റേതാണ്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു സഹോദരൻ പങ്കുവച്ച ഒരു അനുഭവം ഓർക്കുകയാണ്. ആ സഹോദരന് ഒരു 3 സെൻറ്റ് സ്ഥലമുണ്ട്. അത് തിരുവനന്തപുരം സിറ്റിയിൽ തന്നെയാണ് ഏതാണ്ട് എന്നാണ് അദ്ദേഹം പങ്കുവച്ചത്. അപ്പോൾ അവിടെ ഒരു ബിൽഡിങ് പണിത് കടയൊക്കെ ആക്കി അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ മാസാമാസം അതിനകത്തു നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ എന്ന ഒരു കണക്കുകൂട്ടലായിരുന്നു. ആ കണക്കുകൂട്ടൽ അങ്ങനെ പണി ആരംഭിച്ചു. അതൊരു പണി 3/4 എത്തുന്നതിന് മുമ്പ് ആയപ്പോഴേക്കുമാണ് ഇദ്ദേഹത്തിന് പെട്ടെന്നായിരുന്നു ബ്ലഡ് ക്യാൻസറാണ് എന്നുള്ള ആ വിവരം വൈദ്യശാസ്ത്രത്തിലൂടെ അറിയാനായിട്ടിടയായത്. അദ്ദേഹം തൊട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, സിസ്റ്റേ, പിന്നെ അതിനുശേഷം ഞാൻ ആ കെട്ടിടത്തെ തൊട്ടിട്ടേയില്ല, അതിൻ്റെ പണി അവിടെ നിർത്തിവെച്ചേക്കാണ്. നമുക്ക് മനോഹരമായ പദ്ധതിയായിരുന്നു, വലിയ സ്വപ്നമായിരുന്നു, വലിയ ആശകളായിരുന്നു. തമ്പുരാൻ നമുക്ക് വേണ്ടി ഒന്നിട്ടിട്ടുണ്ട്. നമ്മൾ പദ്ധതികൾ ആസൂത്രണം ചെയ്യും, പക്ഷേ അതിൻ്റെ ഫൈനലായിട്ടുള്ള അന്തിമമായിട്ടുള്ള തീരുമാനം കർത്താവിൻ്റേതാണ് എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ നമുക്കതിനകത്ത് കയറി ഒരു തീരുമാനം എടുക്കാൻ പറ്റിയല്ലെന്ന്. എൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മക്കളെക്കുറിച്ച് നാളൊരു ചേച്ചി പറഞ്ഞു, എൻ്റെ ഉദരത്തിൽ കിടക്കുന്ന ശിശു അതിങ്ങനെ വളർന്ന് വലുതായി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞ് ഒരാണാണെങ്കിൽ അവനെ ഒരു പുരോഹിതനാക്കണം, ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളെ ഒരു കന്യാസ്ത്രീയാക്കണം. ഇപ്പോഴേ തന്നെ അതിനെക്കുറിച്ചുള്ള മുഴുവൻ കണക്കുകളും ഒക്കെ കൂട്ടി സന്തോഷമായിട്ടിരിക്കുക. ഞാൻ പറഞ്ഞു, ചേച്ചി സഹോദരി, കണക്കൂട്ടലൊക്കെ വളരെ നല്ലതാണ്, നല്ല മനസ്സിന് ആനന്ദം തരുന്ന കണക്കൂട്ടലൊക്കെയാണ്. പക്ഷേ തീരുമാനം അന്തിമമായിട്ടിരിക്കുന്നത് കർത്താവിൻ്റെ കരങ്ങളിലാണ്. കർത്താവാണ് നിശ്ചയിക്കേണ്ടത്. ഉദരത്തിൽ കിടക്കുന്ന ഈ കൊച്ചാണാണോ, ഈ കൊച്ചു പെണ്ണാണോ, ഇതൊരു അച്ഛനാകണോ, ഇതൊരു കന്യാസ്ത്രീ ആകണോ, ഇതെങ്ങനെയാണ് ഇതിൻ്റെ ജീവിതം എന്ന് കർത്താവിൻ്റേതാണ് അന്തിമമായ തീരുമാനം എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ മുഴുവൻ ജീവിതത്തെക്കുറിച്ചുള്ള കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റുക. ഈ ഞങ്ങളുടെ കുളത്തുവയൽ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ ആഴ്ചകളിലും ധ്യാനമുണ്ടല്ലോ. അപ്പോൾ ധ്യാനിക്കാൻ വന്ന ഒരു സഹോദരൻ പറയാണ്, സിസ്റ്റേ, ധൂർത്തപുത്രൻ്റെ ഉപമ വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്നെ ഒരു പിതാവാണ്, അതെന്നെ ഒരു പിതാവാണ്. ഉള്ളത് മുഴുവൻ മേടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ധൂർത്തടിച്ച് തകർത്ത് തരിപ്പണമാക്കിയിട്ട് ഒരു സുപ്രഭാതത്തിൽ കയറി വന്നപ്പം പിതാവ് സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കുന്നു, സ്നേഹപൂർവ്വം ചുംബിക്കുന്നു. മാത്രമല്ല വലിയ വിരുന്ന് അവിടെ ഒരുക്കുന്നു. എന്നിട്ട് ഈ സഹോദരൻ പറയാം, ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ അവനെ അടിച്ച് മുറ്റത്ത് കയറ്റിയാലായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ കണക്ക് കൂട്ടലല്ല ദൈവത്തിൻ്റെ കണക്ക് കൂട്ടലെന്ന് നമ്മൾ കാണുകയാണ്. മനുഷ്യരാണ്, നമ്മൾ പലതും ചെയ്യും, നമ്മൾ പറയും, അങ്ങനെ നമ്മുടെ സംസാരത്തിൽ നമ്മൾ പങ്കുവയ്ക്കും. പക്ഷേ ഈ സഹോദരൻ പറയാണ്, ആ വചനഭാഗം വായിച്ച് 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 വന്നപ്പോൾ എൻ്റെ സർവമാന കണക്കുകൂട്ടലുകളും തെറ്റി സിസ്റ്റർ എന്ന്. ഒക്കെ നമ്മൾ ഒരു കാര്യത്തെ കാണുന്നത് പോലെയും നമ്മൾ ഒരു സംഭവത്തെ വിലയിരുത്തുന്നത് പോലെയും അല്ല കർത്താവ് ആ സംഭവത്തെ കാണുന്നതും ആ സംഭവത്തെ വിലയിരുത്തുന്നതും. നമ്മൾ ബാഹ്യമായിട്ടൊക്കെ കാര്യങ്ങൾ കണ്ട് വിലയിരുത്തുമ്പോൾ കർത്താവ് അതിൻ്റെ ആന്തരികതയാണ് കാണുകയും വിലയിരുത്തുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്തു തരുന്നത്. അപ്പോൾ നമ്മുടെ കണക്ക് കൂട്ടലുകളല്ല. തിരുവചനത്തിൽ നമ്മൾ മുഴുവൻ ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും പല കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ അതിനകത്ത്, അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ കാര്യങ്ങളൊക്കെ അവിടെ പോയേക്കണ്ടെന്ന്. പല ജീവിത വിഷയങ്ങളിലും കർത്താവിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നിറവേറും. പത്രോസ് ലീഗ കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം?
പത്രോസ് അതിനെക്കുറിച്ച് ഒരു കണക്കൊക്കെ കൂട്ടിയിട്ടാണ് കർത്താവിൻ്റെ അടുത്ത് ചെല്ലുന്നത് തന്നെ. പത്രോസ് പറഞ്ഞു, വിചാരിച്ചിട്ട് പത്രോസ് ഇങ്ങനെ കണക്ക് കൂട്ടി കാണും, മാക്സിമം അങ്ങറ്റം പോയാൽ ഒരു 7 തവണ ഞാനങ്ങ് ക്ഷമിക്കാം, അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറ്റിയല്ല. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, ഗുരുവേ, തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര തവണ ക്ഷമിക്കണം? 1 തവണ ക്ഷമിച്ചാൽ മതിയോ? 2 തവണ ക്ഷമിച്ചാൽ മതിയോ? അങ്ങനെ നമ്പർ കയറി 7 വരെ കൊണ്ട് പുള്ളിക്കാരനിട്ടിട്ട് അതങ്ങ് നിർത്തി. അപ്പോൾ തന്നെ പത്രോസിൻ്റെ കണക്കൂട്ടുകൾ തെറ്റി എന്നർത്ഥം. കർത്താവ് പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, പത്രോസേ, 7 എന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്, 70 തവണ, 70 പ്രാവശ്യം എന്ന് വെച്ചാൽ അതിൻ്റെ ശരിയായ അർത്ഥം കണക്കില്ലാതെ, വ്യവസ്ഥകളില്ലാതെ നീ ക്ഷമിക്കണം എന്നുള്ളതാണ്. പത്രോസിൻ്റെ മുഴുവൻ കണക്ക് കൂട്ടലുകളും അവിടെ തെറ്റി. വിചാരിച്ചു പോയ പോലെ ഒന്നും ഗുരു പറഞ്ഞില്ല. ഒരു സഹോദരങ്ങളെ, തിരുവചനം നമ്മൾ ധ്യാനിക്കുമ്പം ഇങ്ങനെ നമ്മളുടെ ബുദ്ധിയെ അതിശയിപ്പിക്കുമാറ്, നമ്മളുടെ ആശയങ്ങളെ അതിശയിപ്പിക്കുമാറ് കർത്താവിൻ്റെ ഓരോ പ്രവൃത്തികളും നമ്മൾ കാണുകയാണ്. യജമാനൻ അദ്ദേഹത്തിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് പണിക്കാരെ കൊണ്ടുവരുന്ന രംഗം തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പല മണിക്കൂറുകളിലായിട്ടാണ് ഈ പണിക്കാർ ഓരോരുത്തരും വന്നു ചേരുക. അവർക്ക് ആ ദിവസത്തേക്ക് ഒരു കൃത്യവേതനം യജമാനൻ വെച്ചിട്ടുണ്ട്. അത് യജമാനൻ കൊടുക്കുകയും ചെയ്യും. പക്ഷേ ആദ്യ മണിക്കൂർ മുതൽ, ഇപ്പോൾ 9 മണിക്കാണ് പണി തുടങ്ങുന്നതെങ്കിൽ 5 മണി വരെ ഉള്ള പണി. അപ്പോൾ 9 മണിക്ക് വന്നവരുണ്ട്, 10 മണിക്ക് വന്നവരുണ്ട്, 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോഴും ഈ പണിക്ക് വന്നവരുണ്ട്. യജമാനൻ കൂലി കൊടുക്കുകയാണ്. കൂലി കൊടുത്ത് യജമാനൻ 9 മണിക്ക് വന്നവനും ഈ 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പം വന്നവനും തുല്യ വേതനം. നമ്മളുടെ ബുദ്ധിക്ക് ഈ കണക്ക് മനസ്സിലാകുകയില്ലെന്ന്, നമുക്കിങ്ങനെ ഒരു കണക്കിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുകയില്ലെന്ന്. അതാ കർത്താവിൻ്റെ കണക്ക് കൂട്ടൽ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മളുടെ ഹൃദയത്തെ, നമ്മളുടെ ബുദ്ധിയെ, നമ്മുടെ കഴിവുകളെ നമ്മൾ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നമുക്ക് കാണാനായിട്ട് സാധിക്കും. വീണ്ടും ദൈവത്തിലേക്ക് പോയാൽ നമുക്ക് നല്ല രസമാണ്. കർത്താവിൻ്റെ ഈ കാര്യങ്ങളും കർത്താവിൻ്റെ ഈ പ്രവൃത്തികളൊക്കെ നമുക്കൊരുപാട് പ്രചോദനം തരും. ലാസർ കർത്താവിൻ്റെ നല്ല ഒരു സ്നേഹിതനായിരുന്നു. മരിച്ച് അടക്കി 3 നാൾ കഴിഞ്ഞപ്പോഴാണ് ലാസറിൻ്റെ അടുത്ത് കർത്താവ് എത്തുന്നത്. അപ്പോൾ അവിടെ കുറേ പേരുണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നവരും സ്വീകരിക്കുന്നവരും. കർത്താവ് കൂടെ പോണ ഭവനമായിരുന്നല്ലോ. എവിടെയാണ് ലാസറിനെ അടക്കിയേക്കുന്നത്? കർത്താവിൻ്റെ ചോദ്യം. സഹോദരിമാർ ലാസറിനെ അടക്കിക്കുന്ന സ്ഥലത്തേക്ക് യേശുവിനെയും കൊണ്ടുപോയി. അപ്പോൾ മർത്തായും മറിയും ലാസറിൻ്റെ സഹോദരിമാരാണ്. കർത്താവുമായിട്ട് വളരെ അടുത്ത സ്നേഹത്തിൽ കഴിയുന്ന ഒരു സഹോദരിമാരാണ്, ഒരു കുടുംബമാണ്. അവർ വിചാരിച്ചു, ഇനി കർത്താവിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നല്ലോ. എണ്ണിപ്പാടി ഇങ്ങനെ കരയുകയാണ്. അപ്പോൾ കരച്ചിലർത്ഥം ആ സമയത്ത് നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ലാസർ മരിക്കുകയില്ലായിരുന്നെന്നും പറഞ്ഞിട്ടാണ് ഇവൾ ഗദ്ഗതത്തോടുകൂടി കണ്ണുനീര് പൊഴിക്കുന്നത്. കർത്താവും കരഞ്ഞു കേട്ടോ. ആ സങ്കടത്തിൽ കർത്താവും കൂടെ പങ്കുചേർന്നു. എവിടെയാണ് അടക്കിയേക്കുന്നത് കർത്താവ് ചോദിച്ചു. കാണിച്ചു. മർത്തായും മറിയവും ഇങ്ങനെ ചിന്തിച്ച് കാണും, ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, അഴിഞ്ഞു, ദുർഗന്ധവും വരാൻ തുടങ്ങി, ഒന്നും ചെയ്യാൻ പറ്റുകയില്ലായിരിക്കും. എങ്കിലും അവരോട് കർത്താവിനെ കാണിച്ചു. കർത്താവ് ചെന്നില്ലേ, ജീവശ്വാസം ലാസറിലേക്ക് ഊതിയിട്ട് പറഞ്ഞു, ലാസറേ പുറത്തു വാ. ലാസർ പുറത്തു വന്നു. ഇത് വായിക്കുമ്പോൾ നമുക്കുള്ള ഒരു കണക്ക് കൂട്ടലുകൾ മാറിപ്പോകുന്നത് പോലെ നമുക്ക് തന്നെ ഫീൽ ചെയ്യുകയാണ്. കർത്താവിൻ്റെ മനുഷ്യരെക്കുറിച്ചുള്ള പദ്ധതികളും മനുഷ്യനെക്കുറിച്ചുള്ള അവൻ്റെ കണക്ക് കൂട്ടലുകളും എത്ര ശ്രേഷ്ഠമാണ്, എത്ര മനോഹരമാണ്. നായ്മിലെ വിധവ, അവൾക്ക് ഒറ്റ കൊച്ചാണ് ഉണ്ടായിരുന്നത്. ആ കൊച്ചു മരിച്ചിടക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഒരുപാട് ജനമുണ്ട് ആ മരിച്ചിടക്കിൽ സംബന്ധിക്കാനായിട്ട്. അപ്പം ഈ വിധവ ഈ തൻ്റെ ഓമന മകൻ്റെ വേർപാടിൽ ദുഃഖിതയായി കരഞ്ഞ് പ്രലപിച്ച് ഈ ശവശരീരത്തിൻ്റെ പുറകെ പോകുന്നത് കർത്താവ് ദൂരെ നിന്ന് കണ്ടു. കർത്താവ് ഈ സങ്കടത്തിൽ മനസ്സ് അലിഞ്ഞു, കരുണ തോന്നി. കർത്താവ് ഇങ്ങ് വന്നിട്ട് ആ ശവമഞ്ചത്തിൽ തൊട്ടു.
എന്ന് വചനത്തിൽ നമ്മൾ കാണുകയാണ്. എന്നെ ഒരു കണക്കാണ് കർത്താവിൻ്റെ കണക്ക്, എന്നെ ഒരു കണക്ക് കൂട്ടല കർത്താവ് കൂട്ടി വെച്ചേക്കുന്ന ഓരോരുത്തരെയും കുറിച്ച്. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു, തീർന്നില്ല. വിധവയോട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ, ഇനി സങ്കടപ്പെടണ്ട. നോക്ക്, മനുഷ്യൻ്റെ ദുഃഖങ്ങളെക്കുറിച്ചുള്ള തമ്പുരാൻ്റെ കണക്ക് കൂട്ടലുകൾ, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ കണക്ക് കൂട്ടലുകൾ. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളുടെ ജീവിതത്തെക്കുറിച്ച് ഇതൊന്നും ചെയ്തു വെക്കാത്തതാണ് നല്ലത്. കർത്താവ് ശ്രേഷ്ഠമായിട്ടുള്ളതും മനോഹരമായിട്ടുള്ളതും ജീവൻ നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് വിശ്വസിക്കാം. ആ വിശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ ഒന്നും നമ്മളിൽ വന്ന് ഭവിക്കുകയില്ല എന്നുള്ള ആ വലിയ ഒരു വെളിച്ചം നമ്മുടെ ഉള്ളിൽ കത്തി നിറയുന്നതായിട്ട് നമുക്ക് തോന്നും. അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി ഇന്നയാളായിരിക്കും, അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്ന പുരുഷൻ ഇന്നയാളായിരിക്കും, ഇന്നതായിരിക്കും ഞാൻ ഇന്ന ലെവലിൽ എത്തിക്കഴിയുമ്പോൾ ചെയ്യാൻ പോകുന്നത്, എൻ്റെ വീട്, എൻ്റെ ബിസിനസ്, എൻ്റെ ആരോഗ്യം, ഒരു കണക്ക് കൂട്ടലുകളും നമുക്ക് വെച്ചാൽ അത് ശരിയാകില്ല. കർത്താവ് മനോഹരമായി നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും പദ്ധതിയിട്ടിട്ടുണ്ട്. ഓരോ സെക്കൻഡിനെക്കുറിച്ചും കർത്താവ് പദ്ധതിയിട്ടിട്ടുണ്ട്. അതുപോലെ നമുക്ക് മുൻപോട്ട് പോകാം. നമുക്ക് കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് എത്ര സ്നേഹമുള്ള ഒരു ദൈവമാണ്. മനോഹരമായ പദ്ധതികളും കണക്കുകൂട്ടലുകളും എന്നെക്കുറിച്ച് നീ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. കർത്താവേ, ഇന്നാൾ വരെ ജീവിച്ചും പ്രവർത്തിച്ചും വന്നതിലും ഉപരി അങ്ങയുടെ വചനത്തിൽ ശരണപ്പെട്ടും അങ്ങയുടെ വചനത്തിൽ ആശ്രയം വെച്ചും അങ്ങയുടെ വചനത്തിൽ വിശ്വസിച്ചുകൊണ്ടും ജീവിപ്പാൻ എന്നെയും ഞാനുമായി ബന്ധപ്പെട്ടവരെയും ഈ വചനം കേട്ട സകല മനുഷ്യരെയും അനുഗ്രഹിക്കുമാറാകണമേ.